അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറുല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് നിസ്കാരം. ആ നിസ്കാരത്തിന്റെ ഫർളുകൾ പൂർണ്ണമായും പ്രവർത്തിക്കുന്നതോടൊപ്പം അതിന്റെ സുന്നത്തുകൾ സമ്പൂർണമായി പ്രവർത്തിക്കുന്നതിലൂടെയാണ് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുക. ആ സുന്നത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തിന്റെ കാര്യം മാത്രം ഞാൻ ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നുദിബലി മുസല്ലിൻ തവജ്ജുഹുൻ ലിനഹ്വി ജിദാരിൻ ഔ ഉമൂദിൻ. നിസ്കരിക്കുന്നയാൾക്ക് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു തവജ്ജുഹുൻ ലിനഹ്വി ജിദാരിൻ ഔ ഉമൂദിൻ. അവൻ നിസ്കരിക്കുന്ന അവസരത്തിൽ ഒരു ഭിത്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു തൂണിലേക്കോ നേരിട്ട് നിന്നുകൊണ്ട് നിസ്കരിക്കുക. കേവലം തുറസായ സ്ഥലത്തു നിന്ന് നിസ്കരിക്കുന്നതിനു പകരം നിസ്കരിക്കുന്നയാളുടെ മുന്നിൽ മറയായി ഒരു ഭിത്തിയോ അല്ലെങ്കിൽ ഒരു തൂണോ ഉണ്ടായിരിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ സ്വല്ലാ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഫൽയജഅൽ അമാമ വജ്ഹിഹി ശൈഅ, അവന്റെ മുമ്പിൽ ഒരു വസ്തുവിനെ അവൻ ആക്കിക്കൊള്ളട്ടെ. ഒരു ഭിത്തിയോ അല്ലെങ്കിൽ ഒരു തൂണോ അവന്റെ മുമ്പിൽ ഉണ്ടായിരിക്കണം. ഫഇല്ലം യജിദ്, ഇനി അങ്ങനെയുള്ള ഒരു ഭിത്തിയോ അല്ലെങ്കിൽ ഒരു തൂണോ ഉണ്ടായിട്ടില്ല എങ്കിൽ ഫൽയൻസുബ് അസാ, അവൻ ഒരു വടി മുന്നിൽ നാട്ടിയിട്ട് അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുക. ഫഇല്ലം യകുൻ മഅഹു അസൻ, ഇനി വടി ഉണ്ടായിട്ടില്ല എങ്കിൽ ഫൽയഖുത്ത ഖത്ത, മുൻപിൽ ഒരു വര വരച്ചിട്ട് അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുക എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ഫുഖഹാക്കൾ പറയുകയാണ്, ഒരാൾ നിസ്കരിക്കുമ്പോൾ ഭിത്തിയോ അല്ലെങ്കിൽ തൂണോ ഉണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുക. അത് ഇല്ലാത്ത അവസരത്തിൽ ഒരു വടി മുന്നിൽ നാട്ടിക്കൊണ്ട് നിസ്കരിക്കുക. ആ വടിയോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് മറ്റുള്ള എന്തെങ്കിലും കച്ചവട ചരക്കുകളോ ഏതെങ്കിലും ഒരു വസ്തുവിനെ മുമ്പിൽ മറയാക്കി വെച്ചുകൊണ്ട് നിസ്കരിക്കാം, ഭിത്തിയോ തൂണോ ഇല്ലാത്ത അവസരത്തിൽ. അതുമില്ലാത്ത അവസരത്തിൽ മുമ്പിൽ വര വരച്ചിട്ട് നിസ്കരിക്കുക. അതിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഒരു മുസല്ല വിരിച്ചിട്ട് അതിൽ നിന്ന് നിസ്കരിക്കുന്നതും ഈ വര വരച്ച് നിസ്കരിക്കുന്നതിന്റെ ഹുക്കുമിൽ പെടും. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതഹുൽ മുഈൻ ഈ വിഷയത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം, ഫമതാ അദല അൻ റുത്ബത്തിൻ ഇലാ മാ ദൂനഹ, ഈ പറഞ്ഞ ക്രമം ഉള്ള അവസരത്തിൽ ആ ക്രമത്തിൽ നിന്നും വിട്ടുകൊണ്ട് അതിന്റെ താഴെയുള്ളതിലേക്ക് ഒരാൾ തെറ്റിയാൽ മഅൽ ഖുദ്റത്തി അലൈഹ, അതിന് കഴിവാകുന്നതോടുകൂടി അതിനെ ഉപേക്ഷിച്ചിട്ട് അതിന്റെ താഴെയുള്ളതിലേക്ക് തെറ്റിയാൽ കാനത്ത് കൽ അദമി, അത് ആ മറയില്ലാതെ നിന്ന് നിസ്കരിക്കുന്നത് പോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, ഒരാൾ ഭിത്തിയോ തൂണോ ഉള്ളപ്പോൾ അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ സൗകര്യമുള്ള അവസരത്തിൽ അതൊഴിവാക്കിക്കൊണ്ട് ഒരാൾ ഒരു കസേരയെടുത്ത് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന അവസരത്തിൽ ഒരു കസേരയെടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചാൽ അവന് ആ സുന്നത്ത് ലഭിക്കുകയില്ല. കാരണം ഒന്നാം സ്ഥാനം ഭിത്തിയോ തൂണോ അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കലാണ്. അല്ലെങ്കിൽ ഭിത്തിയും തൂണും പിന്നിൽ നിന്ന് നിസ്കരിക്കുവാനുള്ള സൗകര്യമില്ലാത്ത അവസരമാണ്. ഒരു കസേര കിടപ്പുണ്ട്, ആ കസേര എടുത്ത് അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയും. ആ സമയത്തിൽ ഒരാൾ അതൊഴിവാക്കിക്കൊണ്ടൊരു മുസല്ല വിരിച്ചുകൊണ്ട് തുറസായ സ്ഥലത്ത് നിന്ന് നിസ്കരിച്ചാൽ അവിടെയും ആ സുന്നത്ത് ലഭിക്കുകയില്ല. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നിസ്കരിക്കുന്നയാളുടെ മുന്നിൽ ഒരു മറയുണ്ടാകണം. അത് 3 മുഴം മുമ്പിൽ അതിൽ കൂടാൻ പാടില്ല.
നിസ്കരിക്കുന്നയാളുടെയും ആളുടെ വിരൽ തുമ്പുകളിൽ നിന്നാണ് എന്നും മടമ്പിൽ നിന്നാണ് എന്നും ഈ 3 മുഴം എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ 3 മുഴത്തിൽ കൂടുതൽ നിസ്കരിക്കുന്നയാളിൽ നിന്നും ആ മറയിൽ നിന്നും ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കുവാനും സമ്പൂർണമായ പ്രതിഫലം കരസ്ഥമാക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.